വെൽക്കം ടു ചഫ്ന കിച്ചൺ. സബ്സ്ക്രൈബ് ചെയ്യണേ, ചിന്തി അടിച്ചാൽ മറക്കല്ലേ. ഹായ്, ഇന്ന് നമുക്ക് മുട്ട കൊണ്ടൊരു റെസിപ്പി തയ്യാറാക്കിയാലോ. മുട്ട ബർജി. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്നൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനോ ചപ്പാത്തിയോ കുബൂസ് എന്തുമാവട്ടെ നമുക്ക് ഈ മുട്ട ബർജി ഉപയോഗിക്കാം. ഇനി നമുക്ക് മുട്ട ബർജി റെഡിയാക്കിയാലോ. അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 3 സവാളയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. വളരെ ചെറുതായിട്ടാണ് ഞാനിത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളകും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചിടാം. അടി പിടിക്കാതിരിക്കാൻ നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ നമ്മുടെ ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ ഇതിലൂടെ ചേർത്തിട്ടുള്ളത്. അതും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് 1 മിനിറ്റ് വീണ്ടും അടച്ചിടാം. ഇപ്പോൾ നമ്മുടെ തക്കാളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ പട്ടപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം മാറുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 5 മുട്ടയാണ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് ചുവപ്പും പച്ചയും ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ മുട്ട ബർജി കളർഫുള്ളാവാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് 1 മിനിറ്റ് അടച്ചിടാം. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഈസി റെസിപ്പി ആയിട്ടുള്ള മുട്ട ബർജി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കുറച്ച് മല്ലിയിലിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം.